ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്കയായ കൊൽക്കത്തയിൽ വെച്ചിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനൽ നടക്കുമ്പോൾ ഗാലറി പൂരപ്പുറം പോകുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ജനസാഗരം തന്നെ ആയിരിക്കും സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നിറയാൻ പോകുന്നത്. യുവഭാരതി ക്രീഡാങ്കൺ സ്റ്റേഡിയത്തിലെ ഓരോ പുൽപ്പടർപ്പുകളിലും ബഗാന്റെ ആരാധകരുടെ ആർപ്പുവിളികൾ ഉച്ചത്തിൽ പ്രതിജ്വലിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ഏകദേശം 62,000 ആണ്. ഇതിനകത്ത് 40,000 ടിക്കറ്റ് മാത്രമേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർക്ക് കിട്ടത്തുള്ളൂ. ബാക്കി 20,000-ഓളം ടിക്കറ്റുകൾ മുംബൈ സിറ്റിയുടെ ആരാധകർക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന തരത്തിലൊരു റിപ്പോർട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മുംബൈ സിറ്റിക്ക് ആകെ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6,000-7,000 ആരാധകരെ കാണത്തുള്ളൂ. അവരുടെ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി തന്നെ 6,000 ആണ്. അതുപോലും ഫില്ല് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈവൻ കൊൽക്കത്തയുടെ ആരാധകർക്ക് പോലും എവേ ഗ്രൗണ്ടിൽ 20,000 അറ്റൻഡൻസ് ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എവേ ഗ്രൗണ്ടിൽ 20,000 ആളുകൾ കൊൽക്കത്ത ഫുട്ബോൾ ടീമുകൾ പോലും എവേ ഗ്രൗണ്ടിൽ ജനറേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ 20,000 ടിക്കറ്റുകൾ മുംബൈ സിറ്റി ആരാധകർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെക്കുന്നത് വളരെ വലിയൊരു മണ്ടത്തരമായിരിക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തെങ്കിലും ഫോൾ പ്ലേ നടന്നിട്ടുണ്ടെങ്കിൽ കൊൽക്കത്തയിൽ ഇതിന്റെ പേരിൽ ഉയരാൻ പോകുന്ന പ്രതിഷേധത്തിന്റെ അഗ്നി വളരെ വലുതായിരിക്കും എന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർ എന്ന് പറയാൻ പറ്റില്ല, മോഹൻ ബഗാന്റെ പരമ്പരാഗത ആരാധകരെ മുന്നറിയിപ്പുമായിട്ട് നടക്കുന്നുണ്ട്. അവർ അത്യാവശ്യം പോസ്റ്റർ പരിപാടി മുദ്രാവാക്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം വളരെ വലിയ രീതിയിൽ ടിക്കറ്റുകൾ മുഴുവൻ സെയിലായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ടെൻ്റ് അടിച്ച് ടിക്കറ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കൊൽക്കത്തയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.